ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഇന്നത്തെ നമ്മുടെ വീഡിയോ റെസിപ്പി ഒന്നുമല്ല. നമ്മളൊരു ചക്ക എങ്ങനെ എളുപ്പത്തിൽ കയ്യിൽ ഒട്ടും അരക്ക് പറ്റാതെ കറയൊന്നും പറ്റാതെ വൃത്തിയാക്കി എടുക്കാം എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ചക്ക സീസണാണ്, ഇഷ്ടംപോലെ ചക്ക ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചക്ക എങ്ങനെയാണ് വൃത്തിയാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചക്ക ഈ രീതിയിലൊന്ന് കുത്തി നിർത്താം. എന്നിട്ട് അതിൻ്റെ തണ്ടിൽ അരക്കുണ്ടെങ്കിൽ അതൊരു പേപ്പറോ ഒരു ചകിരിയോ ഒക്കെ ഉപയോഗിച്ചിട്ടൊന്ന് തുടച്ച് കളയാം. അതിനുശേഷം അതിൻ്റെ മുള്ള് സൈഡിൽ നിന്ന് നമുക്കിങ്ങനെ ചെത്തി ഇറക്കി കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നല്ല മൂർച്ചയുള്ള നല്ല കട്ടിയുള്ളൊരു കത്തി തന്നെ എടുക്കണം. കട്ടി കുറഞ്ഞ കത്തിയാണെങ്കിൽ കുറച്ച് പാടായിട്ട് തോന്നും. അപ്പോൾ നല്ല ഒരു അത്യാവശ്യം കട്ടിയുള്ള മൂർച്ചയുള്ളൊരു കത്തി എടുത്തിട്ട് ഈ രീതിയിൽ കുത്തി നിർത്തിക്കൊണ്ട് തൊലി ചെത്തി ഇറക്കിയാൽ മതി. നമ്മൾ പൈനാപ്പിളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമ്മൾ ചെത്തുന്നത്. ചില സമയത്ത് വാട്ടർമെലൺ ഈ രീതിയിൽ ചെത്തി എടുക്കാറുണ്ട്. അപ്പോൾ ഈ രീതിയിൽ കുത്തി നിർത്തി ചെത്തുമ്പോൾ കുറച്ച് എളുപ്പമായിരിക്കും. നമ്മൾ സാധാരണ ചക്ക കട്ട് ചെയ്യുന്നതിൽ നിന്നും ഭയങ്കര ഈസിയാണ് ഈ രീതിയിൽ ചെയ്യുമ്പോൾ. പിന്നെ ഒരു പ്രത്യേകത, ഒട്ടും അരക്ക് കയ്യിൽ പറ്റത്തില്ല എന്നുള്ളതാണ്. അരക്ക് നമ്മൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ചക്ക മുറിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത് അതിൻ്റെ അരക്കാണ്. അപ്പോൾ ആ ഒരു അരക്കും കറയൊന്നും കയ്യിൽ പറ്റാതെ ഈ രീതിയിൽ നമുക്ക് ചക്ക ഈസി ആയിട്ട് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ തൊലി നന്നായിട്ടൊന്ന് ചെത്തി കൊടുക്കാം. ആ തൊലിയെല്ലാം ചെത്തി കഴിഞ്ഞാൽ ഇനി അതിൻ്റെ പുറത്ത് കുറച്ച് കറ പൊടിഞ്ഞിരിപ്പുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ ആ അരക്ക് തുടച്ച പേപ്പർ കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ പുറത്ത് ആ അരക്കെല്ലാം അങ്ങ് തുടച്ചെടുക്കാം. അങ്ങനെ തുടച്ച് കഴിയുമ്പോൾ പിന്നെ കയ്യിൽ ഒട്ടും പറ്റത്തില്ല. അപ്പോൾ ആ ഒരു പേപ്പർ കൊണ്ട് തന്നെ നന്നായിട്ട് അതൊന്ന് തുടച്ചെടുക്കാം. നല്ലതുപോലെ തുടച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള തൊലിയും കൂടി നമുക്ക് ചെത്തിക്കളയാം. അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് കുറച്ച് തൊലി ഇരിപ്പുണ്ട്, അതും കൂടി അങ്ങ് ചെത്തിക്കളയാം. നമ്മളിന്നിവിടെ ഒരു 3 ചക്ക വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കൂടി നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കാനല്ല, ഉണക്കിയെടുക്കാനാണ്. ഇതിപ്പോൾ നല്ല വെയിലുള്ളൊരു സമയമാണല്ലോ. അപ്പം അത്യാവശ്യം കുറച്ച് ചക്ക ഉണക്കി വെച്ച് കഴിഞ്ഞാൽ ചക്ക ഇല്ലാത്ത സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ആ ഒരു തണ്ടും കൂടി കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കാം. അതിനായിട്ട് അതിൻ്റെ നടുക്കോട്ട് കത്തി നന്നായിട്ടൊന്ന് കുത്തി ഇറക്കിയിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ രണ്ടായിട്ട് മുറിഞ്ഞു കിട്ടും. നല്ലതുപോലെ ഒന്ന് കുത്തി ഇറക്കണം. എന്നിട്ടൊന്ന് കറക്കിയെടുക്കുമ്പോഴേക്കും അത് രണ്ടായിട്ട് മുറിഞ്ഞു കിട്ടും. നമ്മൾ സാധാരണ ചക്ക വൃത്തിയാക്കുന്നതിനേക്കാൾ ഭയങ്കര ഈസിയാണ് ഈ രീതി ചെയ്യാൻ. ഒരു 10 മിനിറ്റൊക്കെ തന്നെ വേണ്ടുള്ളൂ ഈ രീതിയിലൊന്ന് വൃത്തിയാക്കി എടുക്കാൻ. അപ്പോൾ നമുക്കിത് ചെറിയ പീസാക്കിയിട്ട് അതിൽ നിന്ന് ചുള ഇളക്കിയെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ രീതിയിൽ വെച്ചും കൊണ്ട് അതിൽ നിന്ന് ഒരു കത്തി വെച്ചിട്ട് ചുള ഇങ്ങനെ കൊത്തി എടുത്താലും മതി. ചക്ക നമുക്ക് 2 രീതിയിൽ ഉണക്കി സൂക്ഷിക്കാം. പച്ചയ്ക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് ഉണക്കാം. അതേപോലെ തന്നെ ഒന്ന് ആവി കയറ്റിയോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലിട്ടോ ഒന്ന് വേവിച്ചെടുത്തിട്ട് ഉണക്കിയെടുക്കാം. പച്ചയ്ക്ക് നമ്മൾ ഉണക്കുന്നത് നമുക്ക് ചക്കപ്പൊടി ഉണ്ടാക്കാനാണ് നല്ലത്. അത് പൊടിച്ച് ചക്ക പൗഡറാക്കി എടുത്താൽ പല റെസിപ്പീസിൽ നമുക്ക് ഉപയോഗിക്കാം. പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാനും സ്നാക്സ് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാം. ചക്കപ്പൊടി മാർക്കറ്റിൽ നല്ല വിലയ്ക്കാണ് വിൽക്കുന്നത്. അപ്പോൾ ചക്ക ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ചക്കപ്പൊടി. പിന്നെ നമ്മൾ വാട്ടി ഉണക്കുന്ന ചക്ക നമുക്ക് ചക്ക ഇല്ലാത്ത സമയത്ത് ചക്ക വെച്ചിട്ടുള്ള കറികൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. അതൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ട് ചക്ക അവിയലോ ചക്ക എരിശ്ശേരിയോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു ചൂട് സമയത്ത് ലോക്ക്ഡൗണൊക്കെ ആയിട്ട് വെറുതെ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ചക്കയൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ പ്രിസർവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചക്ക ഇല്ലാത്ത സമയത്തേക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ചക്ക 2 രീതിയിൽ നമുക്ക് മുറിച്ചെടുക്കാം. ഇതിൽ നിന്ന് ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് അതിൽ നിന്ന് ചുള ചെത്തിയെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ കുത്തി നിർത്തിയിട്ട് ചുള കൊത്തി എടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകത, നമുക്ക് ചക്കക്കുരുവിലൊന്നും വെട്ടുകൊള്ളാതെ ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ചക്കക്കുരു സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ വെട്ടുകൊള്ളാത്ത രീതിയിൽ ഈ രീതിയിൽ നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പം ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇനി ചക്ക കിട്ടുമ്പോൾ നിങ്ങൾ ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതേപോലെ മറ്റുള്ളവരും കൂടി അറിയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് ചക്ക എല്ലാം വൃത്തിയാക്കിയിട്ട് ഉണങ്ങാനിടാനുണ്ട്. നല്ലതുപോലെ വാട്ടി നമ്മൾ ഉണങ്ങാനിട്ടിരിക്കുകയാണ് വെയിലത്ത്. ഒന്ന് ആവി കയറ്റി വേവിച്ച ശേഷം ഉണങ്ങാനിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഉണങ്ങട്ടെ. നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.